അല്ലയോ സഹാബ, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടപ്പോൾ ആ സ്വർഗത്തിൽ ഇതാ നമ്മുടെ ഒരു സഹാബിയെ കാണാനിടയായി. ആ സഹാബിയുടെ ചെരുപ്പിന്റെ ശബ്ദം, ആ സഹാബിയുടെ നടന്നു പോകുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. സഹാബ, അതാരാണെന്നറിയുമോ? ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയാണ്. പക്ഷേ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ നടന്നു പോകുന്ന സഹാബി ആരാണെന്നറിയുമോ? ആ നടന്നു പോകുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അത് ബിലാൽ ഇബ്നു റബാഹാണ് തങ്ങളെ. അങ്ങയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അങ്ങയുടെ മുഅദ്ദിനായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് ബാങ്കിന്റെ അലയൊലികൾ മുഴക്കുന്ന മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹാണ് തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സഹാബ, നമ്മുടെ ബിലാലിനെ ഞാൻ കണ്ടു സഹാബ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളത് പറയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ മജ്ലിസിലുണ്ട്. ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ബിലാലേ, എന്തുകൊണ്ടാണ് ബിലാലേ ആ സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിച്ചതിന്റെ കാരണം എന്താണ്? നിന്റെ ചെരുപ്പിന്റെ വാറടി ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടല്ലോ. നീ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലേ. എന്താണ് അതിന്റെ കാരണം ബിലാലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പരിശുദ്ധമായ ബദരിയത്തുൽ ഇസ്ലാം മദ്രസാങ്കണത്തിലേക്ക് വിശുദ്ധമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ കടന്നു വന്ന പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട് പറയുകയാണ്, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. അവിടുന്ന് മഹാനായ ബിലാൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും വുളൂ ഉള്ളവനാണ് നബിയേ. എപ്പോഴും വുളൂ മുറിഞ്ഞാലും ഉടൻ തന്നെ ഞാൻ വുളൂ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും ഞാൻ വുളൂ ഇല്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എപ്പോഴും നിത്യമായിട്ടും ഞാൻ വുളൂ ചെയ്യുമായിരുന്നു നബിയേ. അങ്ങനെ വുളൂ എപ്പോഴും ചെയ്താലും ഏത് സമയത്ത് ഞാൻ വുളൂ എടുത്താലും അതിനുശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും നിർവഹിക്കും നബിയേ. അതുകൊണ്ടാണ് അല്ലാഹു എനിക്ക് ഈ സ്ഥാനം നൽകിയതെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴും വുളൂ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും നമ്മൾ വുളൂ ചെയ്യാൻ, എപ്പോഴെല്ലാം വുളൂ ചെയ്യാൻ കഴിയുമോ ആ സമയത്തെല്ലാം നമുക്ക് വുളൂ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ആ സമയത്തൊക്കെ നമ്മൾ വുളൂ ചെയ്യണം. വുളൂവിനെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. വുളൂ നമ്മൾ നിത്യമാക്കി കൊണ്ടുപോയാൽ, ആ വുളൂ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ മലക്കുകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്. മലക്കുകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴും നമ്മൾ വുളൂ ചെയ്താലും വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ടല്ലോ, ആ സുന്നത്ത് നമ്മൾ നിർവഹിക്കണേ ഉമ്മ. വുളൂ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അല്ലാഹു തആല ലോകത്ത് പടച്ചിട്ടുള്ള അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, ലോകത്ത് വന്നിട്ടുള്ള അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, അവരുടെ ഉമ്മത്തികൾക്ക് ആർക്കും കൊടുക്കാത്ത ഒരു പ്രത്യേകത വുളൂ ചെയ്യുന്ന മനുഷ്യന് നാളെ ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പ്രത്യേകത എന്നറിയുമോ? നാളെ മഹ്ശറ മൈതാനിയുണ്ടല്ലോ, കോടാനുകോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ, തിളച്ചു മറിയുന്ന സൂര്യനതാ കത്തിജ്വലിച്ചുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്.
പറയുകയാണ്, ഒരു ചാണകലത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപമേറ്റ് എല്ലാ മനുഷ്യരും നിൽക്കുമ്പോൾ അവിടെ ചില മനുഷ്യന്മാരുടെ കൈകാലുകളും മുഖവും പ്രകാശിക്കുകയാണ്. അതെന്താണ് അതിന്റെ കാരണം എന്തെന്നറിയുമോ? ദുനിയാവിൽ വെച്ച് ഉളൂ ചെയ്ത മനുഷ്യന്മാരുണ്ടല്ലോ, ഉളൂ ചെയ്ത മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെ കൈകാലുകൾ അവിടുന്ന് പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉളൂ ചെയ്യുമ്പോൾ നമ്മുടെ കൈകാലുകൾ കയറ്റി കഴുകണേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഉളൂ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ കൈകാലുകൾ എത്രത്തോളം കയറ്റി കഴുകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കയറ്റി കഴുകാം. ഏത്